വൈകുന്നേരം അരമണിക്കൂറോളം ആ ശ്രീധരനോട് ഉണ്ടായിരുന്നു. അപ്പോഴെങ്ങും ആ ഉണ്ണിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയില്ല. അപ്പോഴെങ്ങാനും ആ ഉണ്ണി ഇങ്ങോട്ടൊന്നും വന്നിരുന്നെങ്കിൽ എന്തുണ്ടായേനി? അയ്യടാ കിട്ടാ. ശ്രീധരനാന്നോ വരുന്നേ? ദൈവമേ, ശ്രീധരനായിരിക്കണേ. അവൻ എവിടെ പോയി കിടക്കുക ഈ നേരത്ത്? ആൾ പറയാൻ. എടാ കിട്ടാ, നീ കണ്ടോടാ ശ്രീധരനെ? നായരോട് ഇന്ന് ചോദിക്കേ. എന്തിനാ ശ്രീധരൻ അന്വേഷിക്കുന്നത്? ഓ, ഒന്നുമില്ല. ഇന്നലത്തെ പറ്റു തരാനുണ്ടായിരുന്നു. ഈ ആൾക്കാരുടെ മുമ്പ് വെച്ചാണ് ഇടിച്ചെങ്കിലും അളിയന്റെ കൈ കൊണ്ടുള്ള ഇടിക്ക് ഒരു സ്നേഹത്തിന്റെ സ്വാദുണ്ട്. എന്നാലും നന്നായി വേദനിച്ചു കേട്ടോ. ആരാടാ നിന്റെ അളിയൻ? തെണ്ടി. വാമനെ, കുസ്തിയൊട്ട് കാണാനും ഒത്തില്ല. എന്റെ കടയും പോയി. നാശങ്ങള്. എനിക്കെന്നും കണ്ണീര് കുടിക്കാനേ ദൈവം വിധിച്ചിട്ടുള്ളൂ. പ്രതികാരം, നിന്റെ ഒരു പ്രതികാരം. സ്വന്തം കുടുംബത്തെ നശിപ്പിച്ചിട്ട് വേണോ നിനക്ക് പ്രതികാരം ചെയ്യാൻ? അമ്മേ, നീ ഒരു കാര്യം ചെയ്. കുഞ്ഞുണ്ണിയം വരുത്ത്. എന്നിട്ട് കുറച്ച് വിഷം വാങ്ങിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്യ. ഇങ്ങനെയുണ്ട് ഓരോ മക്കള്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്ക് ആരുണ്ടടാ മോനെ?
ചേട്ടാ. പ്രായത്തിൽ കവിഞ്ഞ പക്വത ശ്രീധരേട്ടനുണ്ടെന്ന് ഞാൻ കരുതി. ഉണ്ണിയോടുള്ള പ്രതികാരം തീർത്താൽ ശ്രീധരേട്ടന് മനസ്സമാധാനം ലഭിക്കുമായിരിക്കും. ശ്രീധരേട്ടനെ തടയാനോ നിയന്ത്രിക്കാനോ ഉള്ള ശക്തി എനിക്കില്ല. പക്ഷേ ശ്രീധരേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ പുന്നാര അളിയൻ അവിടില്ലേ? വീട്ടിലാരുമില്ലേ? വീട്ടിലെല്ലാവരും ഉണ്ടാവും. അളിയനെ കാണണം. നിന്റെ അളിയനെ പിന്നെ കാണാം. ഞാനാ വിളിക്കുന്നത്. ചില പ്രശ്നങ്ങൾ സംസാരിക്കാം. ഞാൻ വിടില്ല. ഞാൻ വിടില്ല. കളർ കുടിച്ചിട്ട് വയറ്റി കിടക്കട്ടെ. സംസാരിക്കണം. കിട്ടണ വിളിക്കുന്നതാണ്. എന്റെ ഭാര്യ, എന്റെ പെണ്ണ്, അവളുടെ അമ്മയും എന്റെ അളിയൻ ശ്രീധരനും കേൾക്കാൻ പറയാ. അടുത്ത ബുധനാഴ്ച ഇന്നേക്ക് 7-ാം ദിവസം ഞാൻ എന്റെ പെണ്ണിനെയും കൊച്ചിനെയും വീട്ടിൽ വിളിച്ചോണ്ടു പോകും. മനസ്സിലായോ? ഞാൻ കുടിച്ചുകൊണ്ട് പറയല്ല. ഇത്രയും കാലം ഞാൻ കാത്തിരുന്നു. ജയിലിൽ കിടന്ന് എന്തിനാണെന്നറിയോ? നിനക്ക് വേണ്ടിയാ എല്ലാം സഹിച്ചത്. ഇനി പറ്റില്ല. ആരായാലും ശരി, തടുക്കണമെങ്കിൽ തടുക്കട്ടെ. ഞാൻ എന്റെ പെണ്ണിനെ അവിടെ കൊണ്ടു. എണ്ണി വെച്ചോ? അടുത്ത ബുധനാഴ്ച പട്ടിയോടെ വരട്ടണ. നിന്നെ പട്ടിയിൽ തൊടൂല. ഞാനിവിടെ ജീവിച്ചിരിക്കോ? ഇറങ്ങി വേണം ധൈര്യം. വിടാൻ പറഞ്ഞാൽ നീ മിണ്ടരുത്. നീ ഊണഴിക്കരുത്. ഞാൻ പറഞ്ഞാൽ നീ ഊണഴിക്കരുത്. നിന്നെ കൊല്ലിഞ്ഞേ. നിന്നെ കൊല്ലിഞ്ഞേ. കള്ളുകൂടിയൻ അയാൾ എന്തിനമ്മ ഇവിടെ വന്ന് ഒച്ചയെടുക്കുന്നത്? അരുത് മോനെ, അങ്ങനെ പറയരുത്. മോളെ, ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇതിങ്ങനെ പോയാൽ ഇതിനൊരു അവസാനം ഉണ്ടാവില്ല. ശീതളം വരുമ്പോ ഞാൻ എല്ലാം തുറന്നു പറയാൻ പോവാണ്. വേണ്ടമ്മേ, അതൊരിക്കലും പറയരുത്. ചേട്ടനിതറിഞ്ഞാൽ അന്ന് സംഭവിച്ചതുപോലെ വീണ്ടും സംഭവിക്കും. വീണ്ടും ആരെങ്കിലും ജയിലിൽ പോയേണ്ടി വരും. ഒരിക്കലും പറയരുത്. എന്നെ ഓർക്കുമ്പോൾ സത്യം ഞാൻ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഈ ജീവിതകാലം മുഴുവനും കണ്ണീര് കുടിക്കേണ്ടി വരും. അത് ഓർക്കുമ്പോഴാണ്. സാരമില്ല, ഇത്രയും നാൾ ഞാൻ അനുഭവിച്ചതിനും കൂടുതൽ ഇനി ഒന്നും അനുഭവിക്കാനില്ല. എന്നെ ഓർത്ത് അമ്മ വിഷമിക്കണ്ട. ചേട്ടൻ വരുന്നെന്ന് തോന്നുന്നു. എന്തു വന്നാലും ചേട്ടൻ ഇത് അറിയരുത്. അമ്മ പറയരുത്. പ്രിയമുള്ളവളെ, നീ മുഴുവനും സൗന്ദര്യമാകുന്നു. നിന്റെ മൊഴികളിലെ സാഗര സംഗീതത്തിൽ ഞാൻ ലയിക്കും. നിന്റെ മിഴികളുടെ താഴ്വരകളിൽ വിടരുന്ന കിനാവുകളിൽ ഞാൻ മയങ്ങും. നമ്മുടെ ഹൃദയങ്ങളും ശരീരങ്ങളും ഒന്നായി തീരുന്ന നിമിഷങ്ങൾ ഇനി എത്ര കാലം അകലെയാണെന്നറിഞ്ഞില്ല. ഞാൻ ക്ലാസ്സിൽ പോട്ടെ. കുറച്ച് നോട്ട്സ് എഴുതാനുണ്ട്. അവള് വരുളിയാ, ചുമ്മാ ഇപ്പൊ വരുമെന്ന്. ബ്യൂട്ടിഫുൾ. താങ്ക്സ്. ഞാൻ തന്റെ കാര്യമല്ല പറഞ്ഞ, ബോർഡിലെ കാർട്ടൂണിന്റെ കാര്യമാണ് പറഞ്ഞത്.
അല്ലേ അല്ലേ അവിടുത്തെ ഒന്ന് നോക്ക്. പരിപാടിയാണ്. ഹൗസ് ഇറ്റ്? ശരി, വേണ്ട ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തോളാം. വിവരം അറിയിച്ചതിന് നന്ദി. ഓക്കെ. തോമസേ, എന്തോ ആ നാളെ നീ ടൗണിൽ പോയി അശ്വതി വിളിച്ചോണ്ട് വരണം. അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ മതി. ബാക്കി ഞാനിവിടെ വരും പറഞ്ഞോളാം. ശരി. ആ ചെല്ല്. ഹലോ, തങ്കല്ലേ? പ്ലീസ് ബുക്ക് എ കോൾ ടു ബോംബെ. കോളിംഗ് ഫ്രം 4962. എന്തിനാ ചേട്ടനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞത്? എനിക്കറിഞ്ഞൂടാ, അത്യാവശ്യമായി വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. തോമസേട്ടാ, വണ്ടി ഒന്ന് നിർത്തിക്കേ. തോമസേട്ടാ, ഈ കത്ത് ഇവിടുത്തെ വാർഡിനെ ഏൽപ്പിക്കണം. അല്ല മോളെ, നമ്മൾ ഹോസ്റ്റലിൽ നിന്നല്ലേ വന്നത്. ഇത് ഇവിടെ എന്തിനാ? തോമസേട്ടൻ പറഞ്ഞത് കേട്ടാ മതി. ആയിക്കോട്ടെ. ഗോയിങ് ടു ഡിസ്കവർ മെഡിസിൻ ഫോർ എയ്ഡ്സ്. ഓ, ഇനി ഇങ്ങോട്ട് അങ്ങനെ വരുവാണോ? ഇവിടെ സാറേ, ഇത് നിങ്ങൾക്കുള്ളതല്ല. അഡ്രസ് ഒന്ന് വായിച്ചു നോക്കി. കുഞ്ഞുണ്ണി ഫസ്റ്റ് PDC. കയ്യക്ഷരം കണ്ടിട്ടൊരു ഫീമെയിലിന്റെ മാതിരി ഉണ്ടല്ലോ. ആരാ? ഫിലോമിനി. ഫിലോമിനല്ല, ഒരു പെൺകുട്ടിയുടെ കയ്യക്ഷരന്മാരുണ്ടല്ലോ. ആരാന്ന്? പെൺകുട്ടി ആയിക്കോട്ടെ, അതിനിപ്പോ എന്താ? സാർ എന്തിനാ വേവലാതിപ്പെടണേ? ഉടമസ്ഥം വരുമ്പോ അതങ്ങനെ കൊടുത്താ മതി. എന്തൊരു കഷ്ടാണ് ദൈവമേ, വാട്ടർ ഹൗസ് ഇട്ട് മനുഷ്യനെ ചുറ്റിക്കാനായിട്ട്. ഇതാരത് തുന്നി തന്നെ അറിയില്ലല്ലേ? എന്നെ എന്തിനാ ചേട്ടാ ഇത്ര അത്യാവശ്യമായി വിളിപ്പിച്ചത്? എനിക്ക് എന്നെ ഒന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ട് വിളിപ്പിച്ചോ. നല്ല പണിയാ കാണിച്ചത്. എനിക്ക് അവിടെ ക്ലാസ് ഇല്ലേ? ഓ, 1-2 ദിവസം മുടങ്ങിയോണ്ട് ഒരു കുഴപ്പം വരാനില്ല. നല്ല ചേട്ടനും. അശ്വതി, ആ മോളെ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി എടുത്തിയാടാൻ ഞാനില്ല. എന്റെ പെങ്ങളെ എനിക്ക് നന്നായി അറിയാം. എന്തു വന്നാലും നിലവിട്ട് അവൾ പെരുമാറിയില്ലെന്ന് എനിക്കറിയാം. നിന്റെ വ്യക്തിപരമായ ഒരു കാര്യത്തിനും ഞാൻ തടസ്സം നിൽക്കില്ല. ഈ വക കാര്യങ്ങളിലൊക്കെ ഓരോരുത്തരുടെ മനപ്പൊരുത്തമാണ് പ്രധാനം. ആരാ മോളെ അവൻ? അയാളുടെ നിലയും വിലയൊന്നും എനിക്കറിയണ്ട. നിനക്ക് യോജിച്ചതാണോ അത് മാത്രം അറിഞ്ഞാൽ മതി. ആ, നല്ല തടിയും പൊക്കൊക്കെ ഉണ്ടോ? പിന്നെ അല്പം കഴിവ് വേണം. ഇതൊക്കെ അവനും കൂടി നോക്കി നടത്തേണ്ടതല്ലേ? അതൊക്കെ ഉണ്ട്. അത് മതി. പിന്നെ 4 പേരുടെ മുമ്പിൽ വെച്ച് എനിക്ക് അയാളെ അളിയാനൊന്ന് വിളിക്കാമല്ലോ. തെണ്ടി, പെറുക്കി, എന്റെ ഫാക്ടറിയിലെ കൂലിപ്പണിക്കാരന്റെ അനിയൻ, 4 കാശിന് വകയില്ലാത്ത എരപ്പാളി, ഗ്രാസ്കോട്ടിലെ കുമാറിന്റെ അളിയനാകണം അല്ലടി. നീ ഇനി പഠിക്കുന്നില്ല. നിന്റെ കല്യാണം ഉറപ്പിച്ചു. അടുത്ത ആഴ്ച ബോംബെയിൽ വെച്ചു. വരൻ ആരാണെന്ന് കെട്ടും പറഞ്ഞാ മതി. ഇല്ല ഇല്ല. എന്തില്ല? വായുടെ
വലിയൊരു പ്രേമം. ഇനി നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അന്ന് നിന്റെ അവസാനമായിരിക്കും. പിടിപ്പിക്കരേ, എന്തോന്നിത്? ബോട്ടം ടോപ്പ്. ഓ, അല്ല, തൊടാനൊരൽപ്പം അച്ചാറ് കിട്ടിയിരുന്നെങ്കിൽ. പിന്നെന്താ? എടേ പത്മം, ഇത്തിരി പിക്കിൾസ്. ആ പിക്കിൾസ് കൊണ്ടുവാ. ശിവ, ശിവ, അല്പം വെള്ളം വേണമല്ലോ. നിക്കടി അവിടെ. ചേട്ടാ, നാശം, വേറെ സ്ഥലത്തൊന്നും കണ്ടില്ലേ? മനുഷ്യനെ കിടത്തി
തുടച്ചോളൂ. സാരമില്ല. വാ പോകാം. ഈ നിലയിൽ പത്മത്തിനെ ഞാൻ ശ്രീധരന്റെ വീട്ടിലാണ് കൊണ്ടുവിടേണ്ടത്. പക്ഷെ ഇപ്പൊ അവിടെ ചെന്ന് കയറിയാൽ ശരിയാവില്ല. എന്ത് തന്നെ പറഞ്ഞാലും ശ്രീധരൻ വിശ്വസിച്ചെന്ന് വരില്ല, പ്രത്യേകിച്ച് ഞാൻ കൂടെ ഉള്ളപ്പോ. ഇപ്പൊ അവന്റെ അവസ്ഥ അതാണ്. പേടിക്കണ്ട, ഇനി അവൻ വരില്ല. വയ്ക്കുള്ളൂ, ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. ഇതല്ല, ഇതിനപ്പുറം ആരെന്നെ കുറിച്ച് പറഞ്ഞാലും ശിവൻ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. ഒരുപക്ഷെ ശിവൻ ആലോചിക്കുന്നുണ്ടാവും, ഒരു കാരണവുമില്ലാതെ ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ എന്ന്. അതും ഏറ്റവും വേണ്ടപ്പെട്ടവർ തന്നെ ഇത്തരം കാര്യങ്ങൾ. അതല്ല സർ, എനിക്കറിയാം. ശിവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നാലും അങ്ങനെ ചിന്തിക്കും. ശിവൻ എത്ര കാലത്തെ പരിചയമുണ്ട് എന്നെ. ആ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ സ്വഭാവത്തെ വിലയിരുത്തിയാൽ മതി. ആളുകൾ എന്തൊക്കെ വേണേലും എന്നെ കുറിച്ച് പറഞ്ഞോട്ടെ. ഉള്ളവനെ കുറിച്ച് ആളുകൾ അപവാദം പറയൂ, ഇല്ലാത്തവനെ കുറിച്ച് പറഞ്ഞിട്ട് എന്ത് നേടാൻ? അല്ല, അയാൾ എന്നെ എന്ത് ചെയ്യുന്നാ പറഞ്ഞ്? അയ്യോ, എന്ത് പറ്റി സർ? ഒന്നുമില്ല, കുറച്ചു ദിവസമായി തുടങ്ങിയിട്ട്. സാർ ഉടനെ എന്നെ ഒരു ഡോക്ടറെ കാണിക്കണം. ആ ശിവൻ, സത്യമോ അസത്യമോ ആയിക്കൊള്ളട്ടെ, നടക്കാത്ത ഒരു സംഭവത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ഒരു വർത്തമാനം ഉണ്ടായി. സത്യം എന്ത് തന്നെ ആയിരുന്നാലും ഇത് അധികം താമസിക്കാതെ തന്നെ നാട് മുഴുവൻ പാട്ടാവും. കാരണം അവരുടെ ഉദ്ദേശം നമ്മുടെ രണ്ടുപേരുടെയും മുഖത്ത് കരിവാരി തേക്കുക എന്നുള്ളതാണ്. ആ, ഞാൻ എൻ്റെ ഒരു തീരുമാനം പറയട്ടെ. തന്റെ സഹോദരി വിവാഹം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. താൻ ബോധം കെടുകയൊന്നും വേണ്ട, ഞാൻ അതിൻ്റെതായ ഗൗരവത്തിൽ തന്നെയാ പറഞ്ഞത്. തനിക്ക് സമ്മതമാണോ എന്ന് അറിഞ്ഞാൽ മതി. സാർ, ആ, മാറ്റു കല്യാണം എന്നൊരു ഏർപ്പാടുണ്ട്. പകരം താൻ കയറി എന്റെ പെങ്ങളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാളായിരുന്നു. അവളുടെ വിവാഹം ഉറപ്പിച്ചു അടുത്ത ഞായറാഴ്ച ബോംബെയിൽ വെച്ച്. തനിക്ക് സമ്മതമാണെങ്കിൽ അന്ന് തന്നെ താൻ എന്റെ അളിയനാവും. എനിക്ക് 100 വട്ടം സമ്മതമാണ്. ആ, പിന്നെ ഒരു കാര്യം, ഇത് ഇപ്പോഴൊന്നും അവളോടും മറ്റാരോടും പറയരുത്. നമുക്ക് ചുറ്റും ശത്രുക്കളാണെന്നുള്ള കാര്യം ഓർമ്മ വേണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആ,
എങ്കിൽ ഇപ്പൊ പൊക്കോ. എല്ലാ ഏർപ്പാടും ചെയ്തതിന് ശേഷം ഞാൻ ശിവനെ വിവരം അറിയിക്കാം. ശരി സർ. ഓക്കെ. ഓരോ കോള് വന്നു. അമ്മേ, ആരോ വന്നിരിക്കുന്നു. കുട്ട, അയ്യോ, ഇത് കുഞ്ഞുണ്ണി മാമയല്ലേ? വാ. എനിക്ക് കണ്ടിട്ട് മനസ്സിലായേ ഇല്ല. മോനെ, എന്താ മോനെ ഇത്? നീ ആളങ്ങ് മാറിപ്പോയല്ലോ. നിനക്ക് അവിടെ സുഖാണോ മോനെ? അമ്മണി, ഇത് കണ്ടോ കലശമൊക്കെ ഇട്ടിരിക്കുന്ന? ഓ, ഇവിടുന്ന് പോയപ്പോ എങ്ങനെയിരുന്ന ചെറുക്കനാ. എനിക്കോ ആദ്യം കണ്ടപ്പോ മനസ്സിലായില്ല, കുട്ടാന്ന് വിളിച്ചപ്പോഴാ മനസ്സിലായത്. ചേച്ചി എന്താ മിണ്ടാത്തത്? നിനക്കിപ്പോ ലീവാണോ? ആ, ലീവാ. നിനക്ക് എന്തു പറ്റി മോനെ? ഒന്നുമില്ല, ഒരു തലവേദന. ആ, അത് ബസ്സിൽ ഒരുപാട് നേരം ഇരുന്നിട്ടാ. നീ ചെന്ന് കൈകാലം മോൻ കഴിയിട്ടു വാ, ഊണ് കഴിക്കാം. ആ അമ്മേ, ചേട്ടൻ എവിടെ? വെളിയിൽ പോയിരിക്കുക, ഇപ്പൊ വരും. വാ കുട്ടാ, നോക്ക് പോ. ഹോ, എനിക്ക് കണ്ടിട്ട് വിശ്വാസം വരുന്നില്ല. എന്തൊരു വ്യത്യാസം. ആ, കുറച്ചുകൂടെ കഴിക്കും മോനെ. മതി അമ്മേ. അമ്മ മീനില്ലേ? ഏ? അയ്യോ, ഈ മാമ മീൻ കൂട്ടുവോ? ഉം. നീ തമാശ പറയാണോ? നീ എല്ലാം കഴിക്കാൻ തുടങ്ങിയോ? ഉം. എന്നാലും പട്ടണത്തിൽ ചെന്ന ആളുകൾ ഇങ്ങനെ മാറുമോ? ആ, മാറുമായിരിക്കും. വേണോ? ദാ. എങ്ങനെയിരുന്ന ചെറുക്കനാ? ഈ വീട്ടിൽ മീൻ വെച്ചാ ആ ദിവസം ഊണ് കഴിക്കാത്തവനാ. ഇപ്പൊ കണ്ടില്ലേ? അമ്മേ, ഏ, അവൻ വന്നെന്ന് തോന്നുന്നു. ചേച്ചി, ഇപ്പോഴെങ്ങനെയാ ചേട്ടൻ? ചേച്ചിയുമായിട്ട് ഒരു മാറ്റമില്ല. ചേട്ടാ, നീ ഊണ് കഴിച്ചിട്ട് വാ. ആ, വാരി. അമ്മ പറഞ്ഞു നീ ആകെപ്പാടെ മാറിയെന്ന്. നിന്റെ പഠിപ്പൊക്കെ എങ്ങനെയുണ്ട്? ഉം. വാ, നമുക്കൊന്ന് പുറത്തേക്കിറങ്ങാം.